ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് ഫോൺ മലയാളം ചാനലിലേക്ക് വെൽക്കം. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ നിൽക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റുന്നതാണ്. സോ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ Realme 9 Pro ആണ്. ഇന്ത്യയിൽ ഈ ഇടയ്ക്ക് ലോഞ്ച് ചെയ്തൊരു സ്മാർട്ട് ഫോണാണ്. സോ ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുക തന്നെയാണ്. നമുക്ക് അതിൻ്റെ ആദ്യം തുടങ്ങാം. നമുക്ക് ക്യാമറ തന്നെയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്യാമറ തന്നെയാണ്. സോ ഇതിൻ്റെ പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 108 MB ക്യാമറയാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് Redmi Note 10 കണ്ടിരുന്ന അതേ സെയിം ക്യാമറ ടെക്നോളജിയാണ് ഇതിലും വന്നിരിക്കുന്നത്. പിന്നുള്ളത് നമുക്ക് 8 MB അൾട്രാ വൈഡ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ 5 MB നമുക്ക് മൈക്രോ ക്യാമറ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 MB ഡെപ്ത് ക്യാമറയും വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ 16 MB ആണ്. ഇത്തവണ വളരെ വലിയൊരു ഇൻക്ലൂഡ് കാര്യം കൂടെ Realme ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വന്നിരിക്കുന്നത് 6000 mAh ബാറ്ററിയാണ്. അത് വളരെ വലിയൊരു സവിശേഷതയാണ്. നമുക്ക് വളരെ ഒരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നതാണ് ഈ സ്മാർട്ട് ഫോൺ വഴി നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 512 എക്സ്റ്റേണൽ മെമ്മറി സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് നമുക്ക് 512 GB മെമ്മറി കാർഡ് വരെ നമ്മുടെ ഈ ഫോണിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത്തവണ Realme കൊണ്ടുപോകുന്ന ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ Realme 9 Pro 5G ആണ്. ഫോണിനെ കുറിച്ച് പറയുക തന്നെയാണെങ്കിൽ വളരെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് ഓരോ വർഷവും Realme ഇറക്കുന്നത്. കാരണം അവരുടെ Realme സീരീസിൽ തന്നെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കാരണം ഓരോ വർഷവും ഓരോ പുതുമയും കൊണ്ടാണ് അവർ ഇറക്കുന്നത്. ഇത് ഇത്തവണ വന്നിരിക്കുന്ന Realme 9 Proയിൽ വന്നിരിക്കുന്ന വളരെ വലിയ സവിശേഷതകളാണ്. സോ Realmeയുടെ തന്നെ ആണെങ്കിൽ നമുക്ക് പതിവ് പോലെ കിട്ടുന്ന ഇതും അതുപോലെ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ Realmeയുടെ തന്നെ കുറേ വേർഡ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതിൻ്റെ ബോഡി ഡെവലപ്പ് നമുക്ക് കാണുകയും ചെയ്യാം. സോ പിന്നെ ഡിസൈൻസ് വളരെ നല്ല ഡിസൈനാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് തന്നെ ഇതിൻ്റെ ബ്ലൂ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് 65 വോൾട്ട് ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. വൂഫ് ചാർജർ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 750G പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. എന്ന് പറയുന്നത് നമുക്കൊരു 5G പ്രോസസ്സറാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഇതുവഴി കിട്ടുന്നതാണ്. പബ്ജി കളിക്കുമ്പോൾ നമുക്ക് വലിയ ലാഗൊന്നും നമുക്ക് ഫീൽ ചെയ്യുകയില്ല. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പം നിങ്ങളെല്ലാവരും ചിലവരറിഞ്ഞ് കാണും, ചിലവരറിയാത്തതാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 5G ട്രയൽ തുടങ്ങി. ജിയോയും എയർടെലുമാണ് നമുക്ക് അത് ട്രയൽ തുടങ്ങിയിരിക്കുന്നത്. അത് മിക്കവാറും നമുക്ക് വലിയ താമസമില്ല. അത് ഒരു 6 മാസത്തിനുള്ളിൽ എല്ലാ 5G കണക്ഷൻ ഇന്ത്യ മുഴുവൻ മൊത്തമായി മാറുന്നതാണ് എന്നാണ് ജിയോ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 5G സ്മാർട്ട് ഫോൺ വളരെ ചീപ്പ് റേറ്റിൽ ഇറങ്ങുന്നത്. കാരണം 5G വരികയാണ്. 4G ഫോണുകൾക്കൊപ്പം മാർക്കറ്റിൽ നമുക്ക് വിലക്കുറവ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ഇപ്പം പറയുകയാണ്, ഓൺലൈൻ ക്ലാസ്സിനായാലും പിള്ളേരൊക്കെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഭാവിയിലായി നിങ്ങൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങളൊരു 5G സ്മാർട്ട് ഫോൺ തന്നെ നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. ഡിസ്പ്ലേ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇത്തവണ വന്നിരിക്കുന്ന നമുക്ക് 120Hz റിഫ്രഷിംഗ് റേറ്റും അതുപോലെ തന്നെ ടച്ച് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ 240 Hz വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഇവിടെ Realme അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1080 മുതൽ 2400 വരെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പറയേണ്ടത് ഇത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൂടിയാണ്. നമ്മൾ കുറേ നാളുകളായി കാത്തിരുന്ന ഒരു ഫീച്ചർ കൂടിയാണ്. അതുപോലെ തന്നെ സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ കൂടിയാണ് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ആണെങ്കിൽ നല്ലൊരു ക്ലാരിറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുന്നു. മറ്റ് സ്മാർട്ട് ഫോൺ നമുക്ക് ബ്രൈറ്റ്നെസ് വരുമ്പോൾ നമുക്ക് പിക്ചേഴ്സ് വളരെ ഒരു ഡിഫറൻസുകൾ കാണാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പക്ഷേ എനിക്ക് ഈ ഒരു റിവ്യൂസ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് എനിക്ക് ഇതുവരെ കിട്ടിയത്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ വളരെ സ്മൂത്താണ് ഇതിൻ്റെ ഡിസ്പ്ലേ. നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ടച്ച് ആംസൊക്കെ പെർഫെക്റ്റബിൾ വർക്കിംഗ് കണ്ടീഷനാണ്. കാരണം നമുക്ക് വളരെ സ്മൂത്താണ് ടച്ചൊക്കെ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം ഞങ്ങളുടെ ടച്ച് സാമ്പിൾസ് ചെയ്യുന്നതും വളരെ നല്ലൊരു സ്മൂത്ത് ഫീലിംഗ് ആണ് ലഭിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കളേഴ്സാണ്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് പറയുവാണെങ്കിൽ വളരെ നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ് Realme ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ അവിടെ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടിരിക്കുന്നത് കൂടെ കാണാം. ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇത്തവണ വന്നിരിക്കുന്ന പഞ്ച് ഹോൾ വളരെ ചെറിയ രീതിയിലാണ് പഞ്ച് ഹോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാൻ കാണാം. ആ പഞ്ച് ഹോൾ വന്നിരിക്കുന്ന ചെറിയ രീതിയിൽ പഞ്ച് ഹോളാണ് വന്നിരിക്കുന്നത്. ഓരോ വർഷം Realme അവരുടെ പുതിയ സീരീസ് എടുക്കുമ്പോൾ പുതിയ അപ്ഗ്രേഡ് ചെയ്താണ് ഇറക്കുന്നത്. സോ ഇത്തവണ വളരെ നല്ലൊരു ഡിസൈനും യൂണിക് ഡിസൈനും കൂടെ നമുക്കൊരു സ്റ്റൈലിഷായി നമുക്കൊരു ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു നിങ്ങൾക്ക് ആ നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ആ പഞ്ച് ഹോൾ വളരെ ഇത്തവണ വന്നിരിക്കുന്ന ചെറിയ രീതിയിലുള്ള പഞ്ച് ഹോളാണ്.
ക്യാമറ ഡിസൈനും വന്നിരിക്കുന്നത് വളരെ നല്ലൊരു യുണീക്ക് ഡിസൈനാണ് ഇവിടെ റിയൽമി ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്യാമറ സെഷനെ കുറിച്ച് പറയുകയും തന്നെ ക്യാമറ സെഷൻ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ബ്രൈറ്റ് ക്യാമറയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ വന്നിരിക്കുന്നത് തന്നെ പ്രൈമറി ക്യാമറ എന്ന് പറയുമ്പോൾ 108 MB ക്യാമറയാണ് വന്നിരിക്കുന്നത്. നമുക്ക് റെഡ്മി നോട്ട് 10ൽ കണ്ടിരുന്ന അതേ 108 MB ക്യാമറ ഇത്തവണ റിയൽമി ഇവിടെ അവതരിപ്പിച്ചു. അത് വലിയൊരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഇത്തവണ പല ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്തവണ ഞാൻ എടുത്ത ഓരോ ഫോട്ടോസ് ഉണ്ട് ഇത്തവണ നിങ്ങളെ കാണിക്കുന്നത്. ഓരോ കളേഴ്സും അതിൻ്റെ കളറായ നേരത്തെ ചില റിയൽമി പ്രോഡക്ട്സുകളിൽ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ചില റിയൽമിയിൽ പിക്ചർ അത്ര ക്ലിയർ അല്ലായിരുന്നു. ഇത്തവണ നമുക്ക് നേരത്തെ ഭയങ്കര ഗ്രീനായി നമുക്ക് തോന്നിയിരുന്നു. ഇത്തവണ നമുക്ക് നല്ലൊരു ഫോട്ടോ ക്ലാരിറ്റി ഇവിടെ കിട്ടുന്നുണ്ടെന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത് ഞാൻ പല സ്ഥലങ്ങളിൽ പോയി എടുത്ത ഫോട്ടോസാണ്. ഗെയിമിംഗ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു കാർ റേസിൻ്റെ ഗെയിമാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്തോ ഒരു നല്ലൊരു ബ്രൈറ്റ് ലൈറ്റും നല്ലൊരു ഇമേജ് ക്ലാരിറ്റി നമുക്കിവിടെ ഈ ഡിസ്പ്ലേ കിട്ടുന്നത് മാത്രമല്ല നമുക്ക് നല്ലൊരു സെൻസിറ്റീവ് ടച്ചും കൂടെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ കണ്ടോളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ നല്ലൊരു ബ്രൈറ്റ് ഇമേജ് ക്ലാരിറ്റിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ സൂപ്പർ AMOLED ഡിസ്പ്ലേ റിയൽമി വളരെ വലിയൊരു ഒരു ബ്രൈറ്റ് ലുക്കിംഗ് മാത്രമല്ല നല്ലൊരു ഇമേജ് ക്ലാരിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ടെന്ന് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് പറയേണ്ടത്. അത് ഈ ഒരു മാർക്കറ്റ് നമുക്ക് നല്ലൊരു മീഡിയം പ്രൈസുള്ള സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം കൂടിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു സ്പേസിന് എക്സ്പീരിയൻസ് പറയുകയാണ്. എനിക്ക് വളരെ സ്മൂത്ത് ഫീലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ സ്മൂത്താണ്. നമുക്ക് ഇത്തവണ വന്നിരിക്കുന്ന GPU എന്ന് പറയുമ്പോൾ ആൻഡ്രോയിനോ 618 വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഗ്രാഫിക്സ് നമുക്കിവിടെ ലഭിക്കുന്നു ഈ സ്മാർട്ട് ഫോണിൽ എന്ന് പറഞ്ഞ് എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. PUBG പോലത്തെ ഗെയിം നമ്മൾ കളിക്കുകയാണെങ്കിൽ നമുക്ക് അൾട്രാ സെറ്റിങ്സ് വരെ സപ്പോർട്ടുള്ളൊരു ഡിവൈസ് കൂടിയാണ് റിയൽമി 9 Pro എന്ന് പറയുന്നത്. നമുക്ക് ഇത്തവണ വന്നിരിക്കുന്ന വൂഫ് ഡാഷ് ചാർജറാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഏതാണ്ട് 65 വോൾട്ട് ഫാസ്റ്റ് ചാർജാണ്. ഏകദേശം നമുക്കൊരു 18 മിനിറ്റുള്ളിൽ ഫുൾ ചാർജ് ആവുന്നൊരു ചാർജറാണ് ഇത്തവണ വന്നിരിക്കുന്നത്. നല്ലൊരു കാര്യം കൂടിയാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം കൂടിയാണ്. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് പങ്കെടുക്കാനും നമുക്ക് ചാർജ് തീർന്നാലും പെട്ടെന്ന് ചാർജ് ഫുള്ളാക്കാനും വേണ്ടി. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ ഇത് 5G വേരിയൻറ്റ് സപ്പോർട്ടുള്ള ഫോണാണ്. നമുക്ക് ഫ്യൂച്ചറിൽ തന്നെ വളരെ അത്യാവശ്യമായിരുന്നു. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഭാവിയിൽ വളരെ ഉപകാരപ്പെടുന്ന കാര്യം കൂടിയാണ്. കാരണം 5G സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഇപ്പം ഏതെങ്കിലും ഒരു മാതാപിതാക്കളെ കാണുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കുട്ടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കേണ്ട സ്മാർട്ട് ഫോൺ കൂടിയാണ് ഈ സ്മാർട്ട് ഫോൺ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.